ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. സോ നമുക്ക് ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ required by a crop during the entire period the crop is in the field is known as. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെ എന്ത് പറയുന്നതാണ് അല്ലെ? ഒരു ക്രോപ്പ് ഫീൽഡിൽ ഇരിക്കുന്ന കാലത്തോളം അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് അല്ലെ നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? എന്താ വിളിക്കുക? യെസ്, ഡെൽറ്റ എന്നാണ് വിളിക്കാറുള്ളത്. ഡെൽറ്റ എന്നാണ് വിളിക്കാറുള്ളത്. ബാക്കി ടേംസ് ഒക്കെ നമ്മുടെ ക്രോപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം തന്നെയാണ് അല്ലെ. എന്താ ആദ്യത്തെ ടേം ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താ മീൻ ചെയ്യണേ? ഡ്യൂട്ടി എന്ന് പറയുന്ന ടേം എന്താ? ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാനിപ്പം ഒരു ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 1 ക്യൂമെക് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 1 ക്യൂമെക് വാട്ടർ യൂസ് ചെയ്തിട്ട് എനിക്ക് എത്ര ഏരിയനെ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കാറുള്ളത്? ഡ്യൂട്ടി എന്ന് വിളിക്കാറുള്ളത് അല്ലെ. അതിൻ്റെ ആ ഒരു ബേസ് പീരീഡ് കഴിയുന്നത് വരെ എനിക്ക് ആ ഒരു 1 ക്യൂമെക് വാട്ടർ വെച്ച് എത്ര ഏരിയയെ ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് വിളിക്കാറുള്ളത്. ഇതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് കേട്ടോ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ഡ്യൂട്ടി ആണ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് വൺ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട 2 ടേമുകളാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടേമാണ് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തേത് ബേസ് പീരീഡാണ്. എന്താ ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ബേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടറിങ് ടൈമിനെയാണ് നമ്മൾ പറയുക. അതായത് നമ്മുടെ പ്ലാന്റ് എത്ര നാള് ആ ഒരു ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസ് പീരീഡിൽ പറയുന്നത്. എന്താ ബേസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ആൻഡ് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതായത് സോ ചെയ്യുന്നതിന്, അതായത് വിത്ത് വിതയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വെള്ളം നനയ്ക്കുന്നതും ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്നതിനും ഇടയിലുള്ള ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് പീരീഡ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ക്രോപ്പ് ആ ഫീൽഡിൽ എത്ര ദിവസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു ടൈം പീരീഡ് തന്നെയാണ് എവിടെയും വരുന്നത്, ഈ ഒരു ബേസ് പീരീഡിലും നമ്മൾ പറയാം. പിന്നെ വരുന്ന ഒരു ടേം ആണ് അല്ലേ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ക്രോപ്പ് പീരീഡ്? അപ്പോൾ വ്യത്യാസം എന്താണ്? സോയിങ്ങിനും അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങിനും ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ക്രോപ്പ് പീരീഡ്. ടൈം ബിറ്റ്വീൻ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് അതാണ് ക്രോപ്പ് പീരീഡ്. ബേസ് പീരീഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ബേസ് പീരീഡ് എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് at the time of sowing, and last watering before harvesting. സോ നമ്മുടെ ഈ ഒരു ഇറിഗേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 4 ടേമുകളാണ് ഈ 4 ഓപ്ഷനുകളായിട്ട് തന്നിട്ടുള്ളത്. ഇവരെ 4 പേരെയും മാറ്റി എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകം ശ്രദ്ധ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് പഠിക്കാനുണ്ടായിരുന്ന ചോദ്യം. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? Among the following, which crop has highest value of delta? ഇതിൽ ഡെൽറ്റ കൂടുതലുള്ളത് ഏത് ക്രോപ്പിനാണ് എന്നുള്ളതാണ്. നോർമലി നമുക്കറിയാം കൂടുതൽ ഡെപ്ത് ഓഫ് വാട്ടർ വേണ്ടത് ആർക്കായിരിക്കും? റൈസിനാണ് അല്ലേ. സോ ഇവിടെ ആരാ ആൻസർ വരുന്നത്? റൈസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ റൈസ് നോക്കുകയാണെങ്കിൽ റൈസിന്റെ ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ 120 സെന്റിമീറ്റർ ആണ് പറയാറുള്ളത്. ഇനി വീറ്റിന് നമ്മൾ 40 സെന്റിമീറ്ററും അതുപോലെ കോട്ടണും വെജിറ്റബിളിനും ഒക്കെ നമ്മൾ 45 സെന്റിമീറ്ററുമാണ് എന്ത് പറയാറുള്ളത്? ഡെപ്ത് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡെൽറ്റയാണ് ചോദിച്ചത്. ഡെൽറ്റ കൂടുതലുള്ള ക്രോപ്പാണ് നമ്മുടെ റൈസ് എന്ന് പറയുന്നത്.
ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി അലൈൻഡ് അലോങ്. ഇറിഗേഷൻ കനാൽസ് ജനറലി നമ്മൾ എങ്ങനെ അലൈൻ ചെയ്യണം എന്നാണ് പറയാ. നമ്മൾ കനാൽസിനെ അതിന്റെ അലൈൻമെന്റിന്റെ ബേസിൽ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരുന്നത് അല്ലെ. എങ്ങനെയായിരുന്നു നമ്മൾ അലൈൻമെന്റിന്റെ ബേസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്? ഒന്നായിരുന്നു റിഡ്ജ് കനാൽ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ എന്താ ഉണ്ടായിരുന്നത്? സെക്കൻഡ് വൺ, പിന്നെ നമ്മൾ കോണ്ടൂർ കനാൽ പഠിച്ചു. പിന്നെ നമ്മൾ സൈഡ് സ്ലോപ്പ് കനാൽ പഠിച്ചു. ഇങ്ങനെ 3 ടൈപ്പിലാണ് നമ്മുടെ അലൈൻമെന്റിന്റെ ബേസിലുള്ള കനാലുകൾ. അതിൽ നമുക്കറിയാം റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാലിനെയാണ് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള കനാലായിട്ട് നമ്മൾ പറയാറുള്ളത്. എന്തുകൊണ്ടാണ് മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയണേ? റിഡ്ജ് ലൈനിന് അലോങ് ആയിട്ടാണ് നമ്മൾ ഈ കനാലുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് 2 സൈഡിലെയും ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കനാലിന്റെ 2 സൈഡും ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോസ് ഡ്രെയിനേജ് വർക്കും അവിടെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ട് പറയുന്നത് ആരെയാണ്? റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാലിനെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? ഇവിടെ ഇറിഗേഷൻ കനാൽസ് നമ്മൾ ജനറലി വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ അലോങ് ആയിട്ട് കൊടുക്കണമെന്നാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷനിൽ വേറെ 2 ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ അലൈൻമെന്റിന്റെ ബേസിൽ കോണ്ടൂർ കനാൽ എന്നും സൈഡ് സ്ലോപ്പ് കനാൽ എന്നും കനാലുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കോണ്ടൂർ കനാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് ഒരു കൺട്രിയുടെ, ഞാനൊരു സ്ഥലത്തെ കോണ്ടൂർ മാപ്പ് ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ നോക്കുക. ഇതാണ് എൻ്റെ കോണ്ടൂർ ലൈൻസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അവിടുത്തെ കോണ്ടൂർ ലൈൻസ് ഇരിക്കുന്നത്. ഇവിടെ ഒരു നാച്ചുറൽ ഡ്രെയിനേജ് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഈ കോണ്ടൂർ ലൈൻസിന് അലോങ് ആയിട്ടായിരിക്കും നമ്മൾ ആരെ കൊടുക്കുക? കോണ്ടൂർ കനാലുകളെ പ്രൊവൈഡ് ചെയ്യുക. കോണ്ടൂർ ലൈൻസിന് അലോങ് ആയിട്ടായിരിക്കും ആരെ കൊടുക്കുക? കോണ്ടൂർ കനാലുകളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കോണ്ടൂർ കനാൽ നമ്മൾ നോക്കുമ്പം അവിടെ ഒരു സൈഡിലോട്ട് മാത്രമേ നമുക്ക് കണ്ടോ ഹയർ എലവേഷൻ ലോവർ എലവേഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തോട്ട് മാത്രമേ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഇറിഗേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ മിക്സിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ക്രോസ് ഡ്രെയിനേജ് വർക്കുകളും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഒരു കോണ്ടൂർ കനാലിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ കോണ്ടൂർ കനാൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ കോണ്ടൂർ ലൈൻസിന് അലോങ് ആയിട്ടാണ് നമ്മൾ കോണ്ടൂർ കനാൽസ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൈഡ് സ്ലോപ്പ് കനാൽ എങ്ങനെയാവും വരുന്നുണ്ടാവുക? സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കുക? കോണ്ടൂർ ലൈൻസിന് പെർപെൻഡിക്കുലർ ടു കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ കോണ്ടൂർ കനാൽ യൂസ് ചെയ്തിട്ടും നമുക്ക് 2 സൈഡ് ഇറിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബോത്ത് സൈഡ് ക്യാൻ ബി ഇറിഗേറ്റഡ്. ഓക്കെ, ഇറിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സൈഡ് സ്ലോപ്പ് കനാൽ. ഓക്കെ, അപ്പം ഈ 3 ടൈപ്പ് കനാൽസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിൽ റിഡ്ജ് കനാലിനെ പറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ എത്രാമത്തെ ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത്? 4ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിവൈസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെഗുലേറ്റർ ഫോർ സിൽട്ട് റിമൂവലിന് വേണ്ടിയിട്ട് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരെയാണെന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാം. എയും ബിയും അല്ല എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലെ. വിയറും അല്ല ബാരേജും അല്ല. വിയറും ബാരേജും ഒക്കെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ റിവറിന് കുറുകെ വാട്ടർ ലെവലിനെ റൈസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ റിവർ ഒഴുകുന്നത് എന്നുണ്ടെങ്കിൽ ഈ റിവറിന് കുറുകെയാണ് ഞാൻ വിയർ അല്ലെങ്കിൽ ബാരേജ് കെട്ടിക്കൊടുക്കുക അല്ലെ. അപ്പൊ ഈ ഒരു അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ ഉയരും. എന്നിട്ട് ആ വാട്ടറിനെ എനിക്ക് തൊട്ടടുത്തുള്ള കനാലിലോട്ട് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ ഇവിടെയുള്ള വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ കനാലിന്റെ ഹെഡിൽ ആരെ കൊടുത്തിട്ടുണ്ടാവും? ഒരു ഹെഡ് റെഗുലേറ്ററിനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ വിയറും അല്ല ബാരേജും അല്ല എന്നറിയാം. ഇനി സിൽട്ട് എക്സ്ക്ലൂഡർ ആണോ സിൽട്ട് എക്സ്ട്രാക്ടർ ആണോ എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട് വരിക. അപ്പൊ ഇവിടെ ആരാണ് ആൻസർ വരിക? എവിടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്? ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പം ആരായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? സിൽട്ട് എക്സ്ക്ലൂഡർ. ഓക്കെ, നമ്മളൊരു
ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെ പാർട്സ് ആണ് ഇവിടെ വരുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ സൈഡിലായിട്ട് ഗൈഡ് ബാങ്ക് കാണുന്നുണ്ട് അല്ലെ. ഗൈഡ് ബാങ്ക് എന്തിനാ? നമ്മുടെ റിവറിനെ നമ്മുടെ സ്ട്രക്ചറിന്റെ അടുത്തോട്ട് കൺഫൈൻ ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നവരാണ് ഗൈഡ് ബാങ്കുകൾ. അതുപോലെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഈ റിവറിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡിനെ ഫ്ലഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർജിനൽ ബണ്ടുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ റിവർ ഇങ്ങനെയാണ് ഒഴുകുന്നത് എങ്കിൽ റിവറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വിയർ പ്രോപ്പ് എന്ന് വിളിക്കാം. ദെൻ ഈ വിയറിനെയും അണ്ടർ സ്ലൂയിസിനെ അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കൊരു ഡിവൈഡിങ് വോളിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഡിവൈഡിങ് വോളിനോട് ചേർന്ന് ഒരു ഫിഷ് ലാഡർ, സിഗ്സാഗ് പാറ്റേണിലുള്ള ഫിഷ് ലാഡറും നമുക്ക് കാണാം. ഈ ഡിവൈഡ് വോള് വിയറിനെയും അണ്ടർ സ്ലൂയിസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ്. സോ ഈ ഒരു ഡിവൈഡ് വോള് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അണ്ടർ സ്ലൂയിസിലുള്ള വാട്ടറിന്റെ ആ ഒരു ടർബുലൻസ് അവിടെ കുറയ്ക്കുകയും സിൽട്ടിനെ ഡെപ്പോസിറ്റ് ആവാനായിട്ട്, സിൽട്ടിനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കനാലിലോട്ട് സിൽട്ട് പോവാതിരിക്കാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഈ ഒരു ഡിവൈഡ് വോള്. ദെൻ അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ അണ്ടർ സ്ലൂയിസിലെ വെള്ളത്തിന് ടർബുലൻസ് കുറയും ഈ ഡിവൈഡ് വോൾ അവിടെ വരുന്ന സമയത്ത്. ദെൻ ഈ ഒരു സ്കോറിംഗ് സ്ലൂയിസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസിൽ നിന്നാണ് പിന്നീട് വെള്ളം എങ്ങോട്ട് പോകുന്നത്? ഹെഡ് റെഗുലേറ്റർ വഴി കനാലിലോട്ട് പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി സിൽട്ട് ഡെപ്പോസിഷൻ ഈ ഒരു അണ്ടർ സ്ലൂയിസിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനിയും കനാലിലോട്ട് എന്തുണ്ടാവാൻ പാടില്ല? സിൽട്ടിന്റെ എൻട്രി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവറിന്റെ ബെഡില് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിൽട്ട് കൺട്രോളിംഗ് ഡിവൈസ് ആണ് സിൽട്ട് എക്സ്ക്ലൂഡർ. ഓക്കെ, സിൽട്ട് എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത് എവിടെയാ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രൊവൈഡഡ് ഓൺ റിവർ ബെഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, സോ അത് കിട്ടി. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരാളെയും കൂടി നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സിൽട്ട് എക്സ്ക്ലൂഡർ വഴി നമ്മൾ എവിടേക്ക്? ഹെഡ് റെഗുലേറ്റർ വഴി നമ്മുടെ കനാലിലോട്ട് വെള്ളം വന്നു. ഇനിയും അതിൽ സിൽട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കനാൽ ബെഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിൽട്ട് കൺട്രോളിംഗ് ഡിവൈസ് ആണ് സിൽട്ട് എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ സിൽട്ട് ഇജക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് എവിടെയാണ് കൊടുക്കുന്നത്? കനാലിന്റെ ബെഡിലാണ് നമ്മൾ കൊടുക്കുക. കനാലിന്റെ ബെഡിൽ നമ്മൾ സിൽട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസ് ആണ് സിൽട്ട് ഇജക്ടർ അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ മാറിപ്പോയത്. രണ്ടിന്റെ പൊസിഷൻ ആണ് ആലോചിക്കേണ്ടത്. എക്സ്ക്ലൂഡർ റിവർ ബെഡിലും എക്സ്ട്രാക്ടർ കനാൽ ബെഡിലുമാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, കനാൽ ബെഡിലും ഹെഡ് റെഗുലേറ്റർ കഴിഞ്ഞു വരുന്ന വെള്ളത്തിൽ സിൽട്ട് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സിൽട്ട് എക്സ്ട്രാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം ടൈപ്സ് ഓഫ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ബെസ്റ്റ് ഇറിഗേഷൻ മെത്തേഡ് ദാറ്റ് സ്യൂട്ട്സ് ഏരിയ വേർ സ്കെയോസിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ. യെസ്, വാട്ടർ സ്കെയോസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് ഓപ്ഷനിൽ? ചെക്ക് ഫ്ലഡിംഗ്, ഫറോ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റിന്റെ റൂട്ട് സോണിലോട്ട് ഡ്രോപ്പ് ആയിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണല്ലേ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. എന്തായിരുന്നു? ട്രിക്കിൾ ഇറിഗേഷൻ എന്നും കൂടി നമുക്ക് വിളിക്കാം. സോ ഇതിന് നമുക്കൊരു 90 to 95% എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം. 90 to 95% എഫിഷ്യൻസി ആർക്കുണ്ടാവും? ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിന് ഉണ്ടാവും. കറക്റ്റ് റൂട്ട് സോണിലോട്ടാണ് വെള്ളം പോകുന്നത്. അപ്പോൾ വെള്ളം അവിടെ കുറെ ലോസസ് ആയിട്ട് വെള്ളം നഷ്ടപ്പെട്ട് പോകുന്നില്ല. ഇനി ബാക്കിയുള്ള ഓപ്ഷനിൽ ആരൊക്കെയുണ്ട്? മറ്റൊരു ഇറിഗേഷൻ ആണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്താണ്? നമ്മൾ വാട്ടറിനെ ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. ഇങ്ങനെ നമ്മൾ പ്ലാന്റിൽ ഇങ്ങനെ മഴ പോലെ വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ അല്ലെ. ഇത് പ്ലാന്റിന്റെ ടോപ്പിലോട്ടാണ് നമ്മൾ ഇവിടെ വെള്ളം അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷനെ ഓവർ ഹെഡ് ഇറിഗേഷൻ എന്ന് വിളിക്കാം.
സോ ഈ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡിന് നമ്മൾ 80% എഫിഷ്യൻസി പറയാറുണ്ട് കേട്ടോ. 80% എഫിഷ്യൻസി പറയാറുണ്ട്. എല്ലാ തരം ടോപ്പോഗ്രഫിയിലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷൻ അല്ലെങ്കിൽ ഓവർ ഹെഡ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ ആരാളുള്ളത്? ചെക്ക് ഫ്ലഡിംഗ് ഉണ്ട്, ഫറോ ഇറിഗേഷൻ ഉണ്ട്. സോ അതിൽ ഫറോ മെത്തേഡ് എന്താ? ഫറോ മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഡിച്ചസും ഫറോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ ഫറോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കൂർക്കയൊക്കെ കൃഷി ചെയ്യുന്ന പോലെയുള്ള ഒരു രീതിയാണ് ഫറോ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിച്ചുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഡിച്ചിനെയാണ് നമ്മൾ, ഇതാണ് നമ്മുടെ ഫറോ. ഓക്കെ, ഫറോ. ഈ ഫറോ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിനെ കെട്ടി നിർത്തുക അല്ലേ. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാന്റിനെ പ്ലാന്റ് ചെയ്യും. ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഫറോ ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പൊതുവെ പൊട്ടാറ്റോ, അതുപോലെ തന്നെ ഷുഗർ കെയിന്, മെയ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ കൂർക്ക കൃഷിയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കൃഷി ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ഫറോ ഇറിഗേഷൻ മെത്തേഡിൽ കൃഷി ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു മെത്തേഡാണ് ചെക്ക് ഫ്ലഡിംഗ് മെത്തേഡ്. നമുക്കറിയാം, ചെക്ക് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ ലാൻഡിനെ നമ്മളിങ്ങനെ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു മെയിൻ ആയിട്ടൊരു സപ്ലൈ ഡിച്ച് ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഒരു മെയിൻ സപ്ലൈ ഡിച്ച് ഉണ്ടാവും. ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ലെവീസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ സപ്ലൈ ഡിച്ച് ആവുക, മെയിൻ ഡിച്ച് ആവുക. ഓക്കെ, ഇവിടെ നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ലെവി ഉണ്ടാവും. അതായത് ഒരു വരമ്പ് പോലെ, നമ്മൾ പാടത്തൊക്കെ കാണുന്ന പോലെ ഒരു മെയിൻ ലെവി ഉണ്ടാവും. ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നതിനെ നമ്മൾ ക്രോസ് ലെവി എന്ന് വിളിക്കും. ഓക്കെ, ക്രോസ് ലെവി എന്ന് വിളിക്കും. ഈ ഒരു പ്ലോട്ടിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കൃഷി നമ്മൾ ചെയ്യുക. ഈ ഒരു പ്ലോട്ടിനകത്താണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇതിനെ നമുക്ക് ഒരു 400 to 500 മീറ്റർ സ്ക്വയർ ഉള്ള പ്ലോട്ടുകളായിട്ടാണ് നമ്മൾ ഓരോ ലാൻഡിനെയും എൻ്റർ ഏരിയനെ ഓരോ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇറിഗേഷൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിനെ ഇറിഗേഷൻ ബൈ പ്ലോട്ട് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു നമ്മുടെ ചെക്ക് ഫ്ലഡിംഗ് മെത്തേഡിനെ ഇറിഗേഷൻ ബൈ പ്ലോട്ട് എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഇറിഗേഷൻ ബൈ പ്ലോട്ട് എന്നുകൂടി വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ആൻസർ എന്തായിരുന്നു വന്നത്? ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുണ്ടായത്. അപ്പോൾ ബാക്കി ഓപ്ഷനിൽ വന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം, തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു റാബി ക്രോപ്പ് അല്ലാത്തത്? നമ്മൾ പൊതുവെ നമ്മുടെ സീസണുകളെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്? ഖാരിഫ് സീസൺ എന്നും അതുപോലെ തന്നെ റാബി സീസൺ എന്നും. അതിൽ ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് ക്രോപ്സ്. അതുപോലെ റാബി സീസണിലാണ് റാബി ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യുക. അപ്പൊ ഈ ഒരു ഖാരിഫ് ക്രോപ്പുകളെ നമ്മൾ പൊതുവെ മൺസൂൺ ക്രോപ്പ് എന്ന് വിളിക്കാറുണ്ട്. റാബി ക്രോപ്സിനെ നമ്മൾ വിന്റർ ക്രോപ്സ് എന്നാണ് വിളിക്കുക. ഇവരുടെ എക്സാമ്പിളുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളൊരു ഖാരിഫ് ക്രോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് റൈസ്, മെയ്സ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ്. ഇനി നമ്മളൊരു റാബി സീസണിലോട്ട് വരികയാണെങ്കിൽ റാബി സീസണിൽ നമുക്ക് പറയാം വീറ്റ്, അതുപോലെ തന്നെ ടുബാക്കോ, ദെൻ ബാർലി, ഗ്രാം, അതുപോലെ മസ്റ്റാർഡ്, ഓട്സ്, ഇതൊക്കെ റാബി സീസണും എക്സാമ്പിൾ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇനി സെലക്ട് ചെയ്തൂടെ? ഇതിൽ ആരാണ് റാബി സീസണിൽ ഉൾപ്പെടാത്ത ആള്? ആരാണ്? ഗ്രൗണ്ട് നട്ട് ആണ്. ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ആളാണ്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം എന്താണ്? ഒരു റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് റേഷ്യോ ചോദിച്ചിട്ടുള്ളത്?
Dash is the ratio of the mean supply discharge to full capacity discharge. Okay, ഈ full capacity dischargeൽ mean supply dischargeും full supply dischargeും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? കപ്പാസിറ്റി ഫാക്ടർ. അതായത് ഇത്ര കപ്പാസിറ്റി ആണ് ആ ഒരു റിസർവോയറിന്, നമ്മൾ ഇത്ര കപ്പാസിറ്റി എന്ന് വിചാരിച്ചാണ് നമ്മൾ അതിന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഇത്രയാണ്, അതിൽ മീൻ സപ്ലൈ ഡിസ്ചാർജ് ഇത്രയാണ് നടന്നത്. സോ മീൻ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, ആ ഒരു റേഷ്യോനെ നമുക്ക് കപ്പാസിറ്റി ഫാക്ടർ ആയിട്ട് പറയാം. സോ നമ്മളൊരു ഖാരിഫ് സീസൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 0.9 to 0.95 ആണ് പറയാറുള്ളത്. ഇനി റാബി സീസൺ ആവുമ്പോൾ നമ്മളത് 0.6 to 0.7 പറയാം കേട്ടോ. 0.6 to 0.7 പറയാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേം ആണ് ടൈം ഫാക്ടർ. എന്താ ടൈം ഫാക്ടർ? അതും ഒരു റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി റൺ ഡിവൈഡഡ് ബൈ number of days canal has supposed to run. ആക്ച്വലി കനാൽ ഇത്ര ദിവസം റൺ ചെയ്യും, ശരിക്കും കനാൽ ഇത്ര ദിവസം റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചത്. പക്ഷെ ആക്ച്വലി ഇത്ര ദിവസമേ റൺ ചെയ്തുള്ളൂ. അപ്പൊ ഇവർ തമ്മിൽ വരുന്ന ആ ഒരു റേഷ്യോനെ നമുക്ക് ടൈം ഫാക്ടർ എന്ന് വിളിക്കാം. ഈ ഒരു ടൈം ഫാക്ടറും ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് കപ്പാസിറ്റി ഫാക്ടർ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടൈം ഫാക്ടറും ഒന്ന് നോക്കിയിട്ട് പോകുക. ടൈം ഫാക്ടറും ചോദിച്ച് കാണാറുള്ള ഒരു റേഷ്യോ ആണ്. ദെൻ അടുത്തത് എട്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എട്ടാമത്തെ ചോദ്യം, ദ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് ദ പ്ലാന്റ്സ് ക്യാൻ no longer extract sufficient water from the soil for growth. ഓക്കെ, സോ ഗ്രോത്തിന് വെള്ളം എടുക്കാൻ പറ്റാണ്ടാകുന്ന ആ ഒരു സ്റ്റേജിലെ ആ ഒരു സ്റ്റേജ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യം നോക്കാം. ഞാനിപ്പം ഒരു സോയിൽ കണ്ടീഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതൊരു പോട്ടാന്ന് വിചാരിക്കുക. ഞാൻ ഈ പോട്ടിലാണ് പ്ലാന്റിനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ പോട്ടിൽ മണ്ണുണ്ട്, നിറയെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിറയെ, ഈ ഒരു സാൻഡ് നിറയെ വെള്ളമാണെങ്കിൽ നമ്മുടെ സാൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയെന്ന് നമുക്ക് പറയാം അല്ലെ. ആ ഒരു കണ്ടീഷനെ നമുക്ക് സാച്ചുറേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയാം. അതായത് നിങ്ങളൊരു ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് നിങ്ങൾ അങ്ങോട്ട് സങ്കല്പിക്കുക. സോ ഞാനിനി എന്ത് ചെയ്തു? ഇപ്പൊ സാച്ചുറേഷൻ കപ്പാസിറ്റിയിലാണ് ഇരിക്കുന്നത്. സോ ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ ഹോള് കൊടുക്കാറുണ്ടല്ലേ. ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേയൊക്കെ വെള്ളം ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി താഴത്തോട്ട് പോകുന്നുണ്ടാവും അല്ലെ. എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോകുന്നുണ്ടാവും. അപ്പം ഈ ഒരു സാച്ചുറേഷൻ കപ്പാസിറ്റിയിൽ നിന്ന് ഈ ഒരു സോയിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു വന്നു. ആര് പോയതിന് ശേഷം? ഗ്രാവിറ്റേഷണൽ വാട്ടർ പോയതിന് ശേഷം സാച്ചുറേഷൻ കപ്പാസിറ്റിയിൽ നിന്ന് നമ്മുടെ വാട്ടറിന്റെ ലെവൽ കുറഞ്ഞിട്ട് എവിടേക്ക് എത്തി? ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. ഇനി ഗ്രാവിറ്റേഷണൽ വാട്ടർ നമ്മുടെ പ്ലാന്റിന് കിട്ടാത്ത വാട്ടർ ആണ്. അത് ബൈ ഗ്രാവിറ്റി നമ്മുടെ മണ്ണിൽ നിന്ന് പുറത്തു പോകുന്ന വാട്ടർ ആണ്. ഇനി നമ്മുടെ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയാം. സോ ഈ ഒരു ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് നമ്മുടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ എന്ത് പോയി? കാപ്പിലറി വാട്ടർ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാപ്പിലറി വാട്ടർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് എവിടെ എത്തി? പെർമനന്റ് വിൽട്ടിംഗ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. അതായത് നമ്മുടെ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളമൊക്കെ കാപ്പിലറി വാട്ടർ ആയിട്ട് അവർ വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അവർക്ക് എടുക്കാൻ അവിടെ വെള്ളമില്ല. അപ്പൊ അതാണ് നമ്മുടെ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ്. ആ പോയിന്റിനെ നമുക്ക് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എന്നും കൂടി വിളിക്കാം. ഈ ഒരു സമയത്താണ് നമ്മുടെ പ്ലാന്റ് വാടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. വാടിയിരിക്കുന്നത്, പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് വീണ്ടും കാപ്പിലറി വാട്ടർ കിട്ടുകയാണ്. പ്ലാന്റ് വീണ്ടും എന്താവാണ്? വളർന്ന് വീണ്ടും ഉഷാറായിട്ട് വരികയാണ് ചെയ്യാം.
ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എത്തിയിട്ടും പ്ലാന്റിനെ നനച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എഗൈൻ ഒരു ലെവലും കൂടെ മോയ്സ്ചർ താന്നിട്ട് അതെന്തായിട്ട് മാറും? അൾട്ടിമേറ്റ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറും. അൾട്ടിമേറ്റ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യന്റ് ആയിട്ട് മാറും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാലോ, ആദ്യം നമ്മുടെ സാച്ചുറേഷൻ കപ്പാസിറ്റിയിൽ നിന്ന് ഗ്രാവിറ്റേഷണൽ വാട്ടർ പോയപ്പോൾ ഫീൽഡ് കപ്പാസിറ്റിയിലായി. ആ ഫീൽഡ് കപ്പാസിറ്റിയിൽ ഇരുന്നപ്പം നമ്മുടെ പ്ലാന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാപ്പിലറി വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് എവിടേക്ക് എത്തിയത്? നമ്മുടെ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയത്. അവിടെ നമ്മുടെ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളം കിട്ടാത്ത ഒരു സ്റ്റേജ് ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? വിൽട്ടിംഗ് കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ നമുക്കിതിനെ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു പ്ലാന്റിനെ നനച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് താഴോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെർമനന്റ് വിൽട്ടിംഗ് നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് താഴത്തോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് പ്ലാന്റിനെ നനച്ചു കൊടുക്കാം ശരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ദെൻ നയൻത് ക്വസ്റ്റ്യൻ. എന്താണ് നയൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഓൾസോ നോൺ ആസ് കനാൽ ഫോൾ. എന്തിനാ നമ്മൾ കനാൽ ഫോൾ എന്ന് വിളിക്കുക? കനാൽ ഡ്രോപ്പ്. കനാൽ ഫോളിന്റെ മറ്റൊരു പേരാണ് അല്ലെ കനാൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു കനാൽ ഫോളിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കനാലിന് അക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന സ്ട്രക്ചർ ആണ്. എന്തിനാ? നല്ല ഹൈറ്റിൽ നിന്ന് ലോവർ ഹൈറ്റിലോട്ട് പെട്ടെന്ന് വെള്ളം വന്ന് വീഴുന്ന സമയത്ത് അവിടെ ഒരുപാട് എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒറ്റയടിക്ക് വെള്ളം വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജി ഡിസിപ്പേഷനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനിടയിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഈ ഒരു കനാൽ ഫോളുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു കനാൽ ഫോള് കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വാട്ടറിനെ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലോട്ട് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കനാൽ ഫോളിനെ തന്നെയാണ് നമ്മൾ കനാൽ ഡ്രോപ്പ് എന്നും കൂടി നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ അടുത്തൊരു ചോദ്യം. ദെൻ നമ്മുടെ 10ാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ് 10th ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്കേഴ്സ് കൺസ്ട്രക്റ്റഡ് ടു ക്യാരി കനാൽ ബിലോ ഡ്രെയിനേജ്. അപ്പോൾ ഇവിടെ ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് നമ്മൾ ഉപയോഗിക്കുക കനാൽ ബിലോ ഡ്രെയിനേജ് ആവുമ്പോൾ എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കുകളെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ക്രോസ് ഡ്രെയിനേജ് വർക്കുകളെ പറ്റി നമുക്ക് നോക്കാം. സോ നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് കനാൽ ഡ്രെയിനേജ് വർക്കുകളെ പറ്റിയിട്ട് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്കുകളെ പറ്റിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ 6 എണ്ണമാണ് പറയാൻ പറ്റുക. അതിനെ നമുക്ക് പറയുമ്പം ആദ്യം 2 ആൾക്കാരാണ്. എക്വഡക്റ്റുകൾ അതുപോലെ തന്നെ സൈഫൺ എക്വഡക്റ്റുകൾ ഉണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് സൂപ്പർ പാസേജ്, ദെൻ കനാൽ സൈഫൺ, ലെവൽ ക്രോസിംഗ്, കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ആരായിട്ട് വരുന്നത്? ക്രോസ് ഡ്രെയിനേജ് വർക്കുകളായിട്ട് വരുന്നത്. അതിൽ നമ്മൾ എക്വഡക്റ്റും സൈഫൺ എക്വഡക്റ്റും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കനാൽ ഓവർ ഡ്രെയിൻ ആയിരിക്കും. കനാല് മുകളിലും ഡ്രെയിൻ താഴെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ സൂപ്പർ പാസേജും കനാൽ സൈഫണും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഡ്രെയിൻ ഓവർ കനാലിന് മുകളിലൂടെ ആയിരിക്കും ആര് വരുന്നുണ്ടാവുക? നമ്മുടെ ഡ്രെയിൻ വരുന്നുണ്ടായിരിക്കാം. ഇനി ലെവൽ ക്രോസിങ് അതുപോലെ തന്നെ കനാൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ കനാലും ഡ്രെയിനേജും ഒരേ ലെവലിലായിരിക്കും മീറ്റ് ചെയ്യാം.
canal and drainage or drain at സെയിം ലെവലിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് കനാല് ഡ്രെയിനിന് ബിലോ വരിക. അപ്പൊ നമ്മുടെ ഈ ഒരു കാറ്റഗറി നോക്കിയേ, കനാല് ഡ്രെയിനിന് താഴെ വരുന്നത് സൂപ്പർ പാസേജോ അല്ലെങ്കിൽ കനാൽ സൈഫണോ ആണ് വരിക അല്ലെ ആൻസർ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എടുക്കാലോ. ആരാ വരിക? സൂപ്പർ പാസേജ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സൂപ്പർ പാസേജ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11th ക്വസ്റ്റ്യൻ എന്താണ്? ഇത് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സേഫ്റ്റി വാൽവ് ഓഫ് എ ഡാം. ഒരു ഡാമിന്റെ സേഫ്റ്റി വാൽവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഡാമിന്റെ സേഫ്റ്റി വാൽവിനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയാ. സ്പിൽവേ, ഒരു ഡാം ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത്, ഒരു ഡാം തുറക്കുമ്പോൾ ഡാമിന്റെ ബോഡിയിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാണാറുണ്ട് അല്ലെ. ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സ്പിൽവേ അല്ലെങ്കിൽ കനാലിന്റെ സേഫ്റ്റി വാൽവ് പോർഷൻ ആയിട്ട് പറയാം. ഇവിടെ ഷട്ടേഴ്സ് ഉണ്ടാവും. ഈ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വാട്ടർ സ്പിൽവേയിലൂടെ പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതാണ് ബേസ്ഡ് ഓൺ യൂസിന്റെ ബേസിൽ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാം എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ ഒരു ഡാമിനെ യൂസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നവരാണ് സ്റ്റോറേജ് ഡാമുകളുണ്ട്, അതുപോലെ തന്നെ ഡൈവേർഷൻ ഡാമുകളുണ്ട്, ഡിറ്റൻഷൻ ഡാമുകളുണ്ട്. സോ ഇതിൽ നിന്ന് ആൻസർ കിട്ടിയല്ലോ. എന്താ വരിക? നമ്മളൊരു ഡാമിനെ യൂസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നവരാണ് ഡിറ്റൻഷൻ ഡാമുകൾ. ഇനി നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റിയുടെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ, എങ്ങനെ ഒരു ഡാം സ്റ്റേബിൾ ആയി നിൽക്കുന്നു എന്നതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന ഡാമുകളായിരിക്കും ഗ്രാവിറ്റി ഡാം, അതുപോലെ തന്നെ ബട്രസ് ഡാം, ആർച്ച് ഡാം തുടങ്ങിയവ. ഇനി തേർഡ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിലുള്ള മെറ്റീരിയലിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമും. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഡിറ്റൻഷൻ ഡാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which element of hydroelectric power plant reduces the water hammer pressure formed in the penstock? പെൻസ്റ്റോക്ക് പൈപ്പിൽ ഫോം ചെയ്യുന്ന വാട്ടർ ഹാമർ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹൈഡ്രോളിക് എനർജീനെ യൂസ് ചെയ്ത് ഹൈഡ്രോ പവർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു റിസർവോയറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടറിനെ വലിയ ലാർജ് ഡയാമീറ്റർ ഉള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നമ്മൾ ടർബൈനിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ടർബൈനുമായി കപ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ജനറേറ്റർ വർക്ക് ആവുകയും അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പെൻസ്റ്റോക്കിൽ നമ്മൾ വാൽവുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ബെറ്റർ നമ്മൾ ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ക്ലോസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പിനകത്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ആവും. സോ ഈ ഒരു പ്രഷർ നമ്മുടെ പൈപ്പ് പൊട്ടിപ്പോകുന്നതിനൊക്കെ കാരണമായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ വാട്ടർ ഹാമർ പ്രഷർ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വാൽവ് ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് ചേർത്ത് ഒരു സർജ് ടാങ്ക് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിലെ വാൽവ് ക്ലോസ് ചെയ്യുമ്പം റിവേഴ്സിൽ വരുന്ന വാട്ടർ ഈ ഒരു സർജ് ടാങ്കിലേക്ക് കയറി പോവുകയും അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ റെഡ്യൂസ് ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? സർജ് ടാങ്ക് ആണ് വാട്ടർ ഹാമർ പ്രഷർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയാം. ഇത് 2-3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ഈ ഒരു പോർഷൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ ഇവിടെ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം.
സോ ഡെൽറ്റ, ഡ്യൂട്ടി, ബേസ് പീരീഡ് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡി. ഓക്കെ, ബി ബേസ് പീരീഡ് ആണ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഇതാണ് നമ്മുടെ റിലേഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ആൻസർ ആരാണ് വരുന്നത്, സി ആണ്, 8.64 ബി ബൈ ഡി ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഇക്വേഷനും അറിയാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാനുള്ള 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, an opening provided in one side of reservoir with upstream liquid level below the top edge of the opening is called. ഓക്കെ, നമ്മൾ റിസർവോയറിന്റെ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പണിങ്ങിനെ എന്ത് പറയും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റിസർവോയറിന്റെ സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പണിങ്ങിനെ നമുക്ക് നോച്ച് എന്ന് വിളിക്കാം. നോച്ച് എന്ന് വിളിക്കാം. നോച്ച് എന്നാണ് വിളിക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് കൊടുക്കുന്ന ഈ ഒരു കട്ടാണ് നമ്മുടെ നോച്ച് എന്ന് പറയുന്നത്. നോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാണ്, നമ്മുടെ സൈലം ടെക്നിക്കല് ഓവർസിയർ സ്റ്റുഡൻസിന് വേണ്ടി ഓവർസിയർ ലെവൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല, ഓഫ്ലൈൻ സ്റ്റുഡൻസിനും നമ്മൾ ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ്, നമ്മളുമായിട്ട് ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് താല്പര്യം പഠിക്കാനെങ്കിൽ ഓൺലൈൻ കോഴ്സുകളും, ഓഫ്ലൈൻ കോഴ്സുകളിലേക്കാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയോ ആണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.